ഇങ്ങനെ നല്ല ചൂടായിട്ടുള്ള ഇഡ്ഡലി വെച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഇങ്ങനെ തൊട്ട് നമ്മൾ കഴിക്കാണ്ട് നല്ലപോലെ തന്നെ നമ്മുടെ ഉഴുന്ന് ചട്നി ഒഴിച്ച് നല്ലപോലെ തന്നെ നമ്മുടെ ഇഡ്ഡലിയിലേക്ക് പുരട്ടി കഴിക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് നന്ദി പറയുന്നു കേട്ടോ. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഇതുപോലെ തന്നെ നല്ല വീഡിയോസ് ഇടാനും എനിക്ക് ആകണമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇന്ന് നമ്മൾ എന്ത് റെസിപ്പിയാണ് കാണിക്കുന്നത് എന്ന്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അതായത് ഉഴുന്ന് ചട്നി, അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടായതിന് ശേഷം അരിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി അരി ചേർത്ത് കൊടുത്തു. അപ്പോൾ അതിനെ അവിടെ കിടന്നൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഇഡ്ഡലിക്ക് ചട്നി ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് രാവിലേക്ക് കറികൾ കൂടെ വെക്കാനുണ്ട്. എന്താ പറഞ്ഞാൽ ചോറ് കൊണ്ടുവന്നവർക്ക് കൊണ്ടുപോകണം. അപ്പോൾ പിന്നെ നമ്മൾ കറികൾ കൂടെ രാവിലെ തന്നെ വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചീര എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആദ്യം തന്നെ അതൊക്കെ ഒന്ന് കഴുകി വെക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്ത് വരുമ്പോഴേക്കും തന്നെ ചീരയിലെ വെള്ളമൊക്കെ വാർന്ന് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ സമയം കിട്ടും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചുവന്ന ചീരയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട്, തണ്ട് പറയുമ്പോൾ ഒരുപാട് മൂത്തതായിരിക്കും. പണ്ട് പറയുമ്പോൾ ഈ തണ്ടൊക്കെ ഒടിച്ച് അതിൻ്റെ നാരൊക്കെ എടുത്ത് അതിനെയും കട്ട് ചെയ്ത് കറി വയ്ക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിനുള്ള സമയമൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചീരയുടെ നല്ല കനമുള്ള തണ്ട് അങ്ങോട്ട് മാറ്റി ബാക്കി ഭാഗം മാത്രമാണ് കറി വയ്ക്കാൻ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കുറച്ച് ചീര മാത്രമേ ഇന്ന് കൂട്ടാൻ വയ്ക്കാൻ എടുക്കുന്നുള്ളൂ. ബാക്കി അതുപോലെ തന്നെ കെട്ടി എടുത്ത് വെക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് ചാറ് വെച്ചാലും ആരും അങ്ങനെ കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു പിടി ചീര വാങ്ങിക്കഴിഞ്ഞാൽ 2-3 പ്രാവശ്യമൊക്കെ വെക്കേണ്ടത് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ അതിനെ അവിടെ മാറ്റി വെച്ചു. അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ചീരക്കറി വെക്കാനുള്ള തേങ്ങ ചിരകാൻ വന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് എടുത്ത് കാട്ടുന്നത് വേറൊന്നുമല്ല, നമ്മുടെ റൗലിക്കുട്ടിക്ക് തേങ്ങ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തേങ്ങ ഉടച്ച് നമ്മൾ ചിരകാൻ പോവുകയാണെങ്കിൽ അവൾ ഓടി വരും കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അവൾ ഓടി വന്ന സമയത്ത് അവളോട് ഒരു ഭാഗത്ത് ഇരുന്നാലേ തേങ്ങ തരുള്ളൂ പറഞ്ഞപ്പോൾ ഈ സൈഡ് പോയി മാറിയിരുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ ഫസ്റ്റ് ചിരകിയത് അവൾക്ക് കഴിക്കാൻ കൊടുത്തു. ചെറിയ കുട്ടികളാണ് നമ്മളിതുപോലെ തേങ്ങ ചിരകുന്ന സമയത്ത് ഓടി വന്ന് തേങ്ങ വേണം പറയാറുള്ളത് അല്ലേ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചെറിയ കുട്ടി നമ്മൾ റൗലിക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് വേഗം തന്നെ ഞാൻ അതൊക്കെ ഒന്ന് ചിരകി കുറച്ച് കൊടുത്തു. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ തേങ്ങയൊക്കെ ചിരകി അരച്ച് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് താളിച്ചൊഴിച്ചുകൂടെ ചെയ്യാനുണ്ട്. പിന്നെ വേഗം തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ചേർത്ത് അതൊക്കെ ഒന്ന് നല്ലപോലെ താളിച്ച് നമ്മുടെ ചീരക്കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചീരയും ചെറുപയറും കൂടെ ചാറ് വെച്ച കറിയാണ്. നല്ല ചുവന്ന ചീര ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതരം കളറാണ് കേട്ടോ നമ്മുടെ കൂട്ടാൻ. അങ്ങനെ അതൊക്കെ ഞാൻ താളിച്ച് അതൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചീരക്കൂട്ടാൻ്റെ കൂടെ ചെറുപയറും കൂടെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മുടെ ചീരയും ചെറുപയറും. അപ്പോൾ അതോടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി നമ്മുടെ രാവിലത്തെ ടിഫിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയെടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലിക്ക് വെള്ളം ചൂടായി വരട്ടെ. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി തട്ടൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ ഇഡ്ഡലി ഒഴിച്ച് വെച്ചതിന് ശേഷം വേണം നമുക്ക് പിന്നെ നമ്മുടെ ചമ്മന്തിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഏകദേശം റെഡിയായി വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ചമ്മന്തി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കാൻ വേണ്ടി തുണിയൊക്കെ വിരിച്ച് അതെല്ലാം ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചു. അതിന് ശേഷം നമ്മുടെ ചീൻചട്ടി ഒന്ന് അടുപ്പി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചൂടായി വരുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ഇഡ്ഡലിയൊക്കെ ഒന്ന് ആവി വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇഡ്ഡലിയൊക്കെ നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ ഒന്ന് റെഡിയായി വരട്ടെ. ഇപ്പം നമ്മുടെ ചീൻചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടായി വരണം. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 5-6 കപ്പലമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മളിതെല്ലാം വറുത്തെടുക്കുന്നത്. അപ്പോൾ വറുത്തെടുത്തതിന് ശേഷം എല്ലാം കൂടെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ കപ്പലമുളക് വറുത്തെടുത്തുകൊണ്ട് അത് ഒരുവിധം വറുന്നതിന് ശേഷം ഞാൻ ഒരു 3 സ്പൂണ് നമ്മുടെ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ നമ്മുടെ ഉഴുന്നൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറുകിപ്പോകും, പിന്നെ നമ്മുടെ എന്താ പറയുക സമ്മന്തി റെഡി ആവില്ല കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഒരുവിധം തന്നെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വെളുത്തുള്ളി കൂടെ നന്നായി തന്നെ ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ. ഒരുവിധം വഴണ്ടി വന്നതിലേക്ക് ഞാനൊരു 3 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കൂടെ ചേർത്ത് ഇനി നമ്മുടെ തക്കാളിയും ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടെ നല്ല പോലെ തന്നെ എണ്ണയിൽ കിടന്ന് വഴണ്ടി വരട്ടെ കേട്ടോ. കുറച്ച് ഏകദേശം നമ്മുടെ എന്താ പറയുക തക്കാളി വഴണ്ടി വരണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചമ്മന്തി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് ചെറിയ തീയിൽ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും. അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെഡിയായി നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടായിട്ട് തന്നെ ഇഡ്ഡലി നമ്മൾ വേഗം ഒന്ന് എടുത്തു മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം അതിൽ വെള്ളമൊക്കെ തെളിച്ച് നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സാധാരണ എണ്ണയൊക്കെ തേച്ച് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ നമ്മുടെ തുണി ഇഡ്ഡലിയിലല്ല തുണിയിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം അല്ല, ഞാൻ എപ്പോഴും തുണിയിലാണ് ഇഡ്ഡലി ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് അവിടെയും ഒന്ന് വെള്ളം തെളിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കാസറോളിൽ മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും ഒരാവിയും കൂടെ വെക്കാൻ പറഞ്ഞിട്ടാണ് അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയൊക്കെ വഴണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം എന്താ പറയുക നമ്മുടെ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിത്തല കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പുളിയും മല്ലിത്തലയൊക്കെ ചേർത്തതിന് ശേഷം ഒരുപാട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ നമ്മുടെ മല്ലിത്തലയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഈ ചൂട്ടിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തു എന്ന് മാത്രം കേട്ടോ. പുളിപ്പ് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുക്കുക. പുളി ഒരുപാട് വേണ്ട, ഒരു ചെറിയൊരു കഷ്ണം മാത്രം നമ്മൾ പുളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പുളി ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അതുകൊണ്ടാണ് പുളി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം ചൂടാറിയതിന് ശേഷം നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ല പോലെ തന്നെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നമ്മൾ ആദ്യം കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ എന്താ പറയുക നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരയ്ക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കാണ്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പോലെ തന്നെ ലൂസാക്കി എടുക്കാം കേട്ടോ. അതും പറഞ്ഞാൽ ഒരുപാട് ലൂസാക്കി എടുക്കരുത്, എന്നാലും കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ ഈ ചമ്മന്തി എടുക്കുന്നത്. ഇത് നമ്മുടെ ഇഡ്ഡലിയോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ക്വാണ്ടിറ്റിയുടെ അളവൊക്കെ നമുക്ക് അനുസരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. പുളി ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉഴുന്ന് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇരിക്കുന്നതോറും കുറച്ച് കട്ടിക്ക് വരാനൊക്കെ സാധ്യത കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഞാനൊന്ന് കടുക് വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നല്ലപോലെ ചൂടായതിലേക്ക് കടുക് ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്ത് കറിവേപ്പില ചേർത്ത് കൊടുത്ത് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലിക്കുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ദോശയോടുകൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇഡ്ഡലിയോടെ ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് എന്താ പറയുക ചെറിയൊരു കളറ് വ്യത്യാസമുണ്ട്. എന്താ പറഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യം ചേർത്തിട്ടുള്ള പുളി എന്താ പറയുക പുതിയ പുളിയാണ് കേട്ടോ. അതുകൊണ്ടാണ് കളറിന് ഒരു ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. അന്ന് നമ്മൾ ചേർത്ത് നല്ല ഡാർക്ക് പുളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിന് കുറച്ച് ഡാർക്കിഷ് കൂടുതലാണ് കേട്ടോ. കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ, ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉഴുന്ന ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 2-3 പേര് ചോദിച്ചതാണ്, അതാണ് കേട്ടോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നല്ല പോലെ തന്നെ നമ്മുടെ ഇഡ്ഡലിയുടെ മേലെ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് നല്ല ചൂടായിട്ടുള്ള നമ്മുടെ ഇഡ്ഡലിയും അതുപോലെ തന്നെ
നല്ല കടുക് വറുത്ത് എടുത്തിട്ടുള്ള നമ്മുടെ ചമ്മന്തിയും കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ഇഡ്ഡലിയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര എന്താ പറയുക ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കൈ നല്ല ചുട്ടിട്ടുണ്ടായിരുന്നു. അത് കയ്യിൽ നിന്ന് നമ്മുടെ ഇഡ്ഡലി പീസ് താഴെ വീണ് പോയത് കേട്ടോ. എല്ലാം കൂടെ നല്ലപോലെ പുരട്ടി കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ ഇന്ന് കഴിക്കുന്നത്. എന്താ പറയുക, നമ്മുടെ അശ്വിൻ എണിച്ചിട്ടില്ല. ഇപ്പോൾ സ്കൂളൊക്കെ ലീവായ കാരണം അവൻ മെല്ലെയാണ് കേട്ടോ എണിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ നമ്മുടെ പാത്രത്തിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇഡ്ഡലിയും ചട്നിയാണ് ഇന്നത്തെ, ചട്നിയല്ല ചമ്മന്തിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇന്ന് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.